UGC വിലക്കിയിട്ടും ചട്ടം മറികടന്ന് MG സർവകലാശാല PhD പ്രവേശന പരീക്ഷ നടത്തുന്നു. മലയാള സർവകലാശാലയും നെറ്റ് യോഗ്യതയുള്ളവരെ ഒഴിവാക്കി PhDക്ക് പ്രവേശനം നൽകിയതായി പരാതി. SFIക്കാർക്ക് പിൻവാതിൽ പ്രവേശനത്തിനുള്ള വഴി വീണ്ടും തുറക്കാനുള്ള നീക്കം തടയണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി ജനം ബ്രേക്കിംഗ്. വിരളമായി ശാലിനി ചേരുകയാണ്. ശാലിനി, പിൻവാതിൽ നിയമനം അതിപ്പോഴും തുടരുകയാണ്. SFIക്കാർക്ക് വേണ്ടിയുള്ള അനധികൃത നിയമനത്തിനുള്ള നീക്കം അത് തന്നെയാണ് വ്യക്തമാകുന്നത്. സുരേഷ്, അത്തരത്തിൽ തന്നെയാണ്. UGCയുടെ ഏറ്റവും പുതുക്കിയ വിജ്ഞാപന പ്രകാരം PhD പ്രവേശന പരീക്ഷ ദേശീയ തലത്തിൽ ഏകീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ സർവകലാശാലകൾ സ്വന്തമായി നടത്തിവരുന്ന പ്രവേശന പരീക്ഷകൾ വിലക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാനിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ഓരോ സർവകലാശാലയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവേശന പരീക്ഷകൾ നിർത്തിവെക്കണമെന്നും ഈ ഏകീകരിച്ച രീതിയിൽ പരീക്ഷ നടത്തണമെന്നുമായിരുന്നു UGC നിർദ്ദേശം. പക്ഷേ MG സർവകലാശാല അത് ലംഘിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഏപ്രിൽ 3 മുതൽ 30-ാം തീയതി വരെ ഇതുമായി ബന്ധപ്പെട്ട ഏപ്രിൽ 8 മുതൽ 30-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ PhD വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകാം. മെയ് 17-18 തീയതികളായിരിക്കും പരീക്ഷ നടത്തുക എന്നുള്ളതാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒന്നിലധികം പ്രവേശന പരീക്ഷകൾ അത് PhD പ്രവേശന പരീക്ഷാ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുവെന്ന അനുമാനമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് UGC ഇത്തരത്തിലൊരു ഏകീകൃത സ്വഭാവത്തോടു കൂടിയുള്ള പരീക്ഷ നടത്തിപ്പിലേക്ക് എത്തുകയും ചെയ്തത്. അവിടെയാണ് SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനും വേണ്ടി ഇത്തരത്തിലുള്ള നടപടികൾ എന്നുള്ളതാണ് ആക്ഷേപം. വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയിട്ടുള്ളത്. പരീക്ഷ റദ്ദാക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം കൃത്യമായ നടപടി രാജ്ഭവൻ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉത്തരവിന് വിരുദ്ധമായാണ് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ പരീക്ഷ നടത്താൻ MG യൂണിവേഴ്സിറ്റി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനവും പുറത്തിറക്കിയിട്ടുള്ളത്. സുരേഷ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.